ആപ്പിൾ iOS 18.4 അപ്ഡേറ്റിനോടൊപ്പം തന്നെ റിലീസ് ചെയ്ത മറ്റ് 2 അപ്ഡേറ്റുകളാണ് WatchOS 11.4, macOS 15.4. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ആ അപ്ഡേറ്റുകളിൽ വന്നിരിക്കുന്ന പുതിയ ചേഞ്ചസും ഫീച്ചേഴ്സും ബഗ് ഫിക്സസും എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ iOS 18.4 അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീഡിയോ കൊടുത്തേക്കാം. അതിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കവർ ചെയ്യുന്നുണ്ട്. താമസിക്കാതെ നമ്മൾ അതിൻ്റെ ഫോളോ അപ്പ് വീഡിയോയും റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ ഐഫോൺ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെയല്ല ആപ്പിൾ വാച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നിങ്ങളുടെ വാച്ച് ചാർജറിൽ കണക്ട് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ആപ്പിൾ വാച്ച് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൽ നമ്മളെ ജനറൽസ് ഓപ്ഷനിൽ പോയി സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഇവിടെ നിന്ന് അപ്ഡേറ്റ് കൊടുക്കാമെന്നാണ്. ഇതിൽ ആദ്യം വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ബ്രേക്ക് ത്രൂ ഇൻ സൈലൻറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. ഇത് നിങ്ങൾ ബെഡ് ടൈം അല്ലാന്നുണ്ടെങ്കിൽ അലാമൊക്കെ സെറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് അതിനകത്ത് ലഭിക്കുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ്. സോ നമ്മളിപ്പോൾ അലാമിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഏറ്റവും താഴത്തേക്ക് നിങ്ങൾ പോയി ഇവിടെ ഒരു പുതിയ അലാം നിങ്ങൾ സെറ്റ് ചെയ്യുവാണെന്ന് നോക്കുക. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ടാപ്പ് ചെയ്ത് ഏറ്റവും താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം ബ്രേക്ക് ത്രൂ സൈലൻറ്റ് മോഡ് എന്ന് പറയുന്ന ഈ ഒരു പുതിയ ഫീച്ചർ. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ദോ നമ്മുടെ ഡിവൈസ് സ്ലീപ്പ് മോഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോക്കസ് മോഡിൽ സെറ്റ് ചെയ്താൽ പോലും നമ്മളുടെ കയ്യിൽ ആപ്പിൾ വാച്ച് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് സൈലൻറ്റ് ബ്രേക്ക് ചെയ്ത് നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന റിംഗ് ടൂൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതേ സെയിം ഫംഗ്ഷനാലിറ്റി സ്ലീപ്പ് ആപ്പിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ സ്ലീപ്പ് ആപ്പ് ഓപ്പൺ ചെയ്യുക. സ്ലീപ്പ് ആപ്പിൽ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സെറ്റിങ്സിലേക്ക് പോകാൻ സാധിക്കും. അവിടെ നിങ്ങൾ അലാം ഓൺ ആക്കി കഴിഞ്ഞാൽ താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ത്രൂ സൈലൻറ്റ് മോഡ് എന്ന് പറഞ്ഞ അതേ ഫീച്ചർ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിവിടെ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ബെഡ് ടൈം ഒക്കെ സെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇതിൽ എഴുതിയിരിക്കുന്ന പോലെ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് വിൽ പ്ലേ ഇഫ് യു വെയർ ആപ്പിൾ വാച്ച് ടു ബെഡ്. 2, നിങ്ങൾ ഉപയോഗിക്കുന്ന ഐഫോൺ ആപ്പിൾ ഇൻ്റലിജൻസ് എനേബിൾഡ് ആയിട്ടുള്ള ഐഫോൺ ആണ് എന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ നോട്ടിഫിക്കേഷൻ ഓപ്ഷനകത്ത് നമുക്ക് ഇനി മുതൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ സമ്മറീസ് അവൈലബിൾ ആകുന്നതായിരിക്കും. ഷോ സമ്മറീസ് വെൻ ലോക്ക്ഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ ഇവിടുന്ന് നമുക്ക് എനേബിൾ ചെയ്യാം. അതുകൊണ്ട് തന്നെ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ വർക്ക് ചെയ്യുന്ന അതേ നോട്ടിഫിക്കേഷൻ സമ്മറീസ് നിങ്ങൾക്ക് ആപ്പിൾ വാച്ചിലും ലഭിക്കുന്നതാണ്. അടുത്തത് പുതിയ വാച്ച് ഫേസ് ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് സ്പ്രിംഗ് കളക്ഷൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്തേക്കുന്നതാണ്. സോ വാച്ച് ഫേസ് ഗാലറി പോയി കഴിഞ്ഞാൽ ഇവിടെ കളേഴ്സ് എന്ന് പറയുന്ന വാച്ച് ഫേസ് കാണാം. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 4-5 കളേഴ്സ് പുതുതായിട്ട് ആഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ആ ഒരു അവസാനത്തെ പ്ലസ് ഐക്കിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സ്പ്രിംഗ് 2025 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു 6 കളേഴ്സും ആപ്പിളിൻ്റെ ഈ വർഷം സ്പ്രിങ്ങിൽ റിലീസ് ചെയ്തേക്കുന്ന പുതിയ ഐഫോൺ കേസുകളുടെ സെയിം കളേഴ്സാണ്. ഇവിടെ നിങ്ങൾക്ക് കളേഴ്സിൻ്റെ പേരുകൾ കാണാൻ സാധിക്കും. പിയോണി, അക്വാമറിൻ, സേജ്, സൈപ്രസ്, ബ്ലൂ ഹൊറൈസൺ, ഇങ്ങനെയുള്ള പല പേരുകളിൽ നമുക്ക് ഈ പുതിയ കളേഴ്സ് കാണാൻ സാധിക്കുന്നതാണ്. ആപ്പിളിൻ്റെ പുതിയ iOS 18.4 അപ്ഡേറ്റിൽ ലഭിച്ചിട്ടുള്ള ഇമോജികൾ, അതായത് പുതിയ യൂണിക്കോഡ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ ഇമോജികൾ ഇനി മുതൽ നമ്മുടെ ആപ്പിൾ വാച്ചിലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫേസ് വിത്ത് ഐസ് ഡ്രോപ്പ് ഡൗൺ, അതോടൊപ്പം ഫിംഗർ പ്രിൻറ്റ്, അങ്ങനെയുള്ള പുതിയ ഇമോജികൾ ഇനി മുതൽ ആപ്പിൾ വാച്ചിലും സപ്പോർട്ടഡ് ആണ്. പിന്നീട് ഹോം ആപ്പിൽ മാറ്റർ സപ്പോർട്ട് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ മാറ്റർ എനേബിൾഡ് ആയിട്ടുള്ള റോബോ വാക്യൂമുകൾ ഇനി മുതൽ ഈ ഒരു അപ്ഡേറ്റോടെ ആപ്പിൾ വാച്ചിൻ്റെ ഹോം ആപ്പിലും സപ്പോർട്ടഡ് ആണ്. സോ ഓൾ അക്രോസ് ദ പ്ലാറ്റ്ഫോം iOS, WatchOS, macOS ഇതിലെല്ലാത്തിലും ഈ ഒരു സെയിം ഫംഗ്ഷനാലിറ്റീസ് എല്ലാം ഓൾ അക്രോസ് ഡിവൈസ് സപ്പോർട്ടഡ് ആണ്. ഇങ്ങനെയുള്ള മൈനർ ചേഞ്ചസ് ആണ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നത്. ഇത് ഒഴിച്ചു നിർത്തിയാൽ കുറേയധികം ബഗ് ഫിക്സുകൾ ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്യാമറ ആപ്ലിക്കേഷൻ്റെ റെസ്പോൺസ് ആപ്പിൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ക്യാമറ ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് ഡയറക്റ്റ് ഓപ്പൺ ആക്കുമ്പം വളരെ പെട്ടെന്ന് തന്നെ അത് സിങ്ക് ആകുകയും നമുക്ക് കൺട്രോൾസ് എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. സോ നേരത്തെ ഉണ്ടായിരുന്ന ആ പ്രോബ്ലം എല്ലാം തന്നെ പരിഹരിച്ചിട്ടുണ്ട്. എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇവിടെ നിന്ന് തന്നെ അത്യാവശ്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. 2, ആപ്പിൾ വാച്ച് മിററിങ്ങിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ്. സോ സെറ്റിങ്സിൽ ആക്സസിബിലിറ്റി ഓപ്ഷനിൽ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആപ്പിൾ വാച്ച് മിററിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ആ ഒരു ടൈം, അതിൻ്റെ ഡിലേ ആപ്പിൾ ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിപ്പം ഡിവൈസ് കണക്റ്റ് ആക്കാൻ സാധിക്കുന്നുണ്ട്. ഓരോ ഓപ്ഷൻസും സെറ്റിങ്സും എല്ലാം തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പം ആക്സസ് ചെയ്യാം. ലിറ്ററലി നമ്മുടെ ആപ്പിൾ വാച്ചിൽ എന്തൊക്കെ നമുക്ക് കാര്യങ്ങൾ ഫിസിക്കലി ചെയ്യാവോ വിത്ത് ഇൻക്ലൂഡിങ് നിങ്ങൾക്ക് ഈ ബട്ടൺസിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് ക്രൗണും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. സോ ക്രൗണിൽ പ്രസ് ചെയ്യുമ്പം എന്ത് ഹാപ്റ്റിക് ആണോ നമുക്ക് ഉണ്ടാകുന്നത് അതേ കാര്യങ്ങൾ ഫംഗ്ഷനാലിറ്റീസ് എല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ആപ്പിൾ വാച്ചും ഡിവൈസും തമ്മിലുള്ള കണക്ഷൻ ആപ്പിൾ ഇപ്പം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റിൽ. പിന്നീട് 40-ലധികം വരുന്ന ആപ്പിൾ വാച്ചിൻ്റെ സെക്യൂരിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ പാച്ചസ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ബയോമെട്രിക് ഗിറ്റ്, കലണ്ടർ, കോർ മീഡിയ, കോർ സർവീസസ്, ഫോക്കസ്, ഇമേജ് ആയോ, കേണൽ ബേസ്ഡ് ആയിട്ടുള്ള കുറേയധികം പാച്ചസ്. അപ്പോൾ ഇങ്ങനെ 30-ലധികം വരുന്ന സെക്യൂരിറ്റി പാച്ചസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി വർണബിലിറ്റീസാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പാച്ച് ചെയ്തേക്കുന്നത്. ഇനി പെർഫോമൻസ് ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പം എനിക്ക് എങ്ങനെ ലാഗോ കാര്യങ്ങളോ
ഈ പറഞ്ഞ കണക്ഷൻസ് എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. പ്രീവിയസ്ലി ഉണ്ടതിനേക്കാൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിപ്പം ക്യാമറ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിപ്പം സെറ്റിങ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവൈസിൻ്റെ ബാറ്ററി ലൈഫ് എത്ര ഉണ്ടെന്ന് അല്ലെങ്കിൽ ബാറ്ററി ഹെൽത്ത് എത്ര ഉണ്ടെന്ന് കാണാൻ സാധിക്കും. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം ബാറ്ററി എന്നൊരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾക്ക് കാണാം ഫ്രൈഡേ 9:45 ഞാൻ ഇത് ലാസ്റ്റ് ചാർജ് ചെയ്തത്. ഇപ്പോൾ എൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 17% ആണ്. ഇന്നിപ്പം സാറ്റർഡേ 10:02 ആയിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് 24 hours നമുക്കിപ്പം കവേർഡ് ആയിട്ടുണ്ട്. ഇനി ബാറ്ററി ഹെൽത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ബാറ്ററി ഹെൽത്ത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ 86% ആണ് എൻ്റെ ബാറ്ററി ഹെൽത്ത്. സോ 86% കപ്പാസിറ്റി ഉള്ളപ്പോഴും എനിക്കൊരു 1 day 24 hours നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ഇനിയും 17% ബാറ്ററി റിമൈനിങ് ആണ്. വിച്ച് മീൻസ് ഇതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് നാളെ രാവിലെയും യൂസ് ചെയ്യാൻ സാധിക്കും എന്നാണ്. ഈവൻ ദോ ഞാൻ ബെഡ് ടൈം യൂസ് ചെയ്താലും, കാരണം റെഗുലറായിട്ട് ഞാൻ ബെഡ് ടൈം യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എൻ്റെ വൈറ്റൽസ്, സ്ലീപ്പിംഗ് പാറ്റേൺസ് അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ റെഗുലറായിട്ട് ട്രാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈവൻ ദോ ഞാൻ രാത്രി ഉറങ്ങുമ്പോഴും ആപ്പിൾ വാച്ച് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വൈറ്റൽസ് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു അപ്ഡേറ്റ് മികച്ച പെർഫോമൻസും നല്ലൊരു ബാറ്ററി ബാക്കപ്പും നമ്മുടെ ഡിവൈസുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മാക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏകദേശം 7 GB മുകളിലുണ്ടായിരുന്നു ഈ ഒരു അപ്ഡേറ്റ്. ഇവിടെ കാണാം 15.4 അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബിൽ നമ്പർ എന്ന് പറയുന്നത് 24E248 എന്നുള്ളതാണ്. ആദ്യം തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ ഞാൻ കണ്ടൊരു മാറ്റം, സെറ്റിങ്സിൽ നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ചെക്കിംഗ് ഫോർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നിടത്ത് വൺസ് അത് ചെക്കിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു UI അല്ലെങ്കിൽ അതിൽ വന്നിരിക്കുന്ന ആനിമേഷനിലൊരു വ്യത്യാസം കാണാൻ സാധിക്കും. യുവർ മാക്ക് ഈസ് അപ് ടു ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രീൻ ബോക്സിൽ ഒരു ടിക്ക് മാർക്ക് കാണാം. നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. സോ ഇപ്പം ഡിവൈസ് അപ് ടു ഡേറ്റ് ആണെന്ന് കൺഫേം ചെയ്യുന്ന ഒരു ചെറിയൊരു UI ചേഞ്ച് അവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. 2 മെയിൽ ആപ്പ്. നമുക്ക് iOSൽ എന്ത് മാറ്റമാണോ മെയിൽ ആപ്പിന് വന്നത് അതേ മാറ്റം തന്നെ ഇപ്പം ആപ്പിൾ macOSലും കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നമുക്ക് കാറ്റഗറി കാണാൻ സാധിക്കും. പ്രൈമറി, ട്രാൻസാക്ഷൻസ്, അപ്ഡേറ്റ്സ്, പ്രൊമോഷൻ അങ്ങനെ പറഞ്ഞുള്ള ആ ഒരു കാറ്റഗറി ടാബുകൾ നമുക്ക് iOSലുള്ള പോലെ തന്നെ ഇവിടെയും അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ കാറ്റഗറി ടാബ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കാണുന്ന 3 ഡോട്ടിൽ ടാപ്പ് ചെയ്താൽ ഷോ മെയിൽ കാറ്റഗറി എന്നുള്ളത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പഴയ പോലെ ആവുന്നതാണ്. സെറ്റിങ്സിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറി എന്ന് പറയുന്ന ഓപ്ഷനിൽ ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നു എന്ന് പറയുന്നൊരു മാറ്റമാണ്. ലോക്കൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് ഇനി മുതൽ സിറി യൂസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. പക്ഷേ വെനവർ ഇന്ത്യൻ ഇംഗ്ലീഷിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇൻ്റലിജൻസ് ഈസ് നോട്ട് അവൈലബിൾ വെൻ സിറി സെറ്റ് ടു ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇന്ത്യൻ ഇംഗ്ലീഷിൽ ഇപ്പോഴും നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇത് macOSൽ മാത്രമല്ല ഐഫോണിലാണെങ്കിലും ഐപാഡിലാണെങ്കിലും നമുക്ക് ഇതേ സെയിം അവസ്ഥ തന്നെയാണ്. ഈ ഒരു അപ്ഡേറ്റിൽ കാര്യമായിട്ട് macOSൽ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് ഫോട്ടോസ് ആപ്പിനകത്താണ്. അതിൽ നിങ്ങൾക്ക് കാണാം ഫോട്ടോസ് ആപ്പ് വീണ്ടും ഓപ്പൺ ചെയ്യുമ്പം ന്യൂ കളക്ഷൻസ്, മോർ യൂട്ടിലിറ്റി, ഫീച്ചേർഡ് ഫോട്ടോ, ക്ലീൻ അപ്പ് അങ്ങനെ പറഞ്ഞ ധാരാളം ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു, എഡിറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ അതിൻ്റെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ ഫിൽറ്റേഴ്സ് ഉണ്ട്, ക്രോപ്പ് ഉണ്ട്, ക്ലീൻ അപ്പ്. ഇത് ആപ്പിൾ ഇൻ്റലിജൻസുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഫങ്ഷണാലിറ്റിയാണ്. അതിൽ നമുക്ക് ഇറേസും റീടച്ചും ഉണ്ട്. ഇനി മുതൽ നമുക്ക് ഇമേജസിൻ്റെ എന്തെങ്കിലും റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ റീടച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ സ്പോട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, നമുക്ക് പക്കായിട്ട് റീടച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇറേസ് ഓപ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പിൾ ലോഗോ എനിക്ക് കംപ്ലീറ്റ്ലി അവിടെ നിന്ന് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതങ്ങനെ തന്നെ നമുക്ക് റിമൂവ് ആക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് യൂട്ടിലിറ്റീസിൽ നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം തന്നെ ഇനി റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങോട്ടോ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ്, റീസെൻ്റ്ലി വ്യൂഡ്, ഇലിസ്ട്രേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കാറ്റഗറീസ് എല്ലാം തന്നെ നമുക്ക് ഇനി മുതൽ റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് കളക്ഷൻസിനകത്തുള്ള ഡേയ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ഇനി മുതൽ ഡിഫറെൻറ്റ് ഫിൽറ്റർ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ധാരാളം ഫിൽറ്റർ ഓപ്ഷൻസ് ഉണ്ട്. നോട്ട് ഇൻ ആൻ ആൽബം, സ്ക്രീൻഷോട്ട് ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ആപ്പിൾ ഫിൽറ്ററായിട്ട് ഇപ്പം ഫോട്ടോസ് ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ഡേയ്സ് ഓപ്ഷനിൽ മാത്രമല്ല, ഈവൻ ഓൺ ലൈബ്രറിയിലും നമുക്ക് ഈ പറഞ്ഞ ഫിൽറ്റേഴ്സ് ഓപ്ഷൻ iOSലെ പോലെ തന്നെ അവൈലബിൾ ആണ് macOSൽ. വാൾപേപ്പർ ഓപ്ഷനിൽ നമുക്ക് പുതിയൊരു വാൾപേപ്പർ ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം റേഡിയൽ സ്കൈ ബ്ലൂ എന്ന് പറയുന്നത്. അത് റീസെൻ്റ്ലി റിലീസ് ചെയ്ത M4 MacBook Airൽ ലഭിച്ചിരിക്കുന്ന ബ്ലൂ കളർ മാക്ബുക്ക് എയറിൻ്റെ സെയിം കളറാണ് ഈ ഒരു റേഡിയൻ സ്കൈ ബ്ലൂ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ 40-ലധികം വരുന്ന സെക്യൂരിറ്റി വർണബിലിറ്റീസ് ആപ്പിൾ macOSലും പാച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടെ കാണാം. ആൻഡ് ഫൈനലി ഇതിൻ്റെ പെർഫോമൻസ് ആൻഡ് ബാറ്ററി ലൈഫിലേക്ക് വരുമ്പം നമുക്ക് പെർഫോമൻസ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള, ഞാനിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും കാര്യങ്ങൾ എൻ്റെ മെയിൻ എല്ലാത്തിനും ഓൾ ഇൻ വൺ ഡിവൈസ് ആണ് ഈ ഒരു മാക്ക് എന്ന് പറയുന്നത്. സോ ഇതിലിപ്പം ബാറ്ററി ഹെൽത്ത് ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ബാറ്ററി ഹെൽത്ത് നോർമൽ എന്നാണ് കാണിക്കുന്നത്. ഇനി ഐകളിൽ പോയി കഴിയുമ്പം നമുക്ക് കാണാം 89% ഉണ്ട്. 89% ആണ്. ഞാൻ ഈ ഒരു ഡിവൈസ് വാങ്ങുന്നത് 2023 ഓഗസ്റ്റിലാണ്. സോ എക്സാക്ട്ലി പറഞ്ഞാൽ ഒരു 1.25 വർഷമാകും
വന്നു ഈ ഒരു ഡിവൈസ് ഞാൻ വാങ്ങിയിട്ട്. സോ 89% ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഇത് ഉറങ്ങാറില്ല, അതായത് ഷട്ട് ഡൗൺ ചെയ്ത് ഞാൻ വെക്കുന്നത് വളരെ കുറവാണ്. ഇത് ഷട്ട് ഡൗൺ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. 24/7 ഇതിങ്ങനെ ഓണായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിവൈസാണ്. സോ മൊത്തത്തിൽ macOS ഡെഫിനറ്റ്ലി ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എസ്പെഷ്യലി സെക്യൂരിറ്റി സൈഡ് 40-ലധികം വരുന്ന സെക്യൂരിറ്റി പാച്ചസ് ആണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു അപ്ഡേറ്റിന് ഓൾ അക്രോസ് ദ പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys next video. Until then, peace.